എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പോ വിളിയോ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, ചാനലിൽ ഇപ്പൊ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിന്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിന് മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പോൾ നമുക്ക് വേണ്ട, കുറച്ച് കഴിയട്ടെ. താങ്ക് യു. ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടിയുണ്ട്. നിഷാദ്, തുടർച്ചയായി മലപ്പുറത്തെ ലക്ഷ്യമിട്ട്, മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടാകുന്നു. ആ വെള്ളാപ്പള്ളിയെ CPM കൂടെ നിർത്തുന്നു, മുഖ്യമന്ത്രി കാറിൽ കയറ്റുന്നു, തള്ളിപ്പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിക്കൊപ്പം നീങ്ങിയാൽ ആ ഇമേജ് നഷ്ടമാകുന്നത് NSSന്റേത് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു തീരുമാനം അതായിരിക്കുമോ ഇങ്ങനെ ഒരു തീരുമാനത്തിന് കാരണമായിട്ടുണ്ടാവുക? വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വിദ്വേഷ പ്രഖ്യാപനങ്ങളോടുള്ള വിയോജിപ്പ് എന്ന നിലയ്ക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വിയോജിപ്പ് എന്ന നിലയ്ക്കല്ല ദിവ്യ സത്യത്തിൽ ഇതിനെ കാണേണ്ടത്. മറിച്ച് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് അനുകൂലമായ തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസോൾട്ടേഷൻ പ്രോജക്റ്റിനകത്ത് നമ്മൾ പോയി നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് NSSന്റെ നേതൃയോഗം തീരുമാനിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. ആ നിലയ്ക്ക് ഇപ്പോഴത്തെ NSS ഡയറക്ടർ ബോർഡിന്റെ തീരുമാനവും സുകുമാരൻ നായരുടെ പേരിൽ വരുന്ന കുറിപ്പും CPIMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട 2 ജാതി സംഘടനാ നേതാക്കൾ സംയോജിതമായി വന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുവെന്നും ഞങ്ങൾ VD സതീശനെതിരാണെന്നും കോൺഗ്രസിനെതിരാണെന്നും ഒക്കെയുള്ള വർത്തമാനം പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ ഒരു കൺസോൾട്ടേഷൻ, ഒരു യോജിപ്പുണ്ടാക്കും ഹിന്ദു സമുദായത്തിനകത്ത് എന്ന പ്രതീതി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ CPIM ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നൊരു പ്രധാനപ്പെട്ട സമുദായ സംഘടന പിൻവാങ്ങുകയാണ്. വളരെ രാഷ്ട്രീയ സ്വഭാവമുള്ള, മുന്നണി രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിനെ കാണേണ്ട കാര്യം. അതായത് ഹിന്ദു സമുദായത്തിനകത്തെ 2 ജാതി സംഘടനകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുണ്ടാക്കാൻ ശ്രമിച്ച കൺസോൾട്ടേഷൻ പ്രോജക്റ്റിനകത്ത് നിന്ന്, ഒരു സംയോജിത പരിപാടിക്കകത്ത് നിന്ന് NSS എന്ന് പറയുന്ന സംഘടന പിൻവാങ്ങുകയാണ്. എന്തുകൊണ്ട് അവർ പിൻവാങ്ങുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ബ്ലൈൻഡായി നമ്മൾ ഇപ്പോൾ CPIMനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന അഭിപ്രായം NSSനകത്ത് തന്നെ സജീവമായി ഉണ്ട്. സുകുമാരൻ നായർ ഒറ്റയ്ക്ക് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം അതിനകത്തുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. വലിയ തോതിൽ യൂണിയനുകൾക്കകത്ത്, പ്രാദേശിക ഘടകങ്ങൾക്കകത്ത് ഈ സുകുമാരൻ നായരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ CPIMനെ തുറന്നു പിന്തുണച്ച സുകുമാരൻ നായർക്കെതിരെ വ്യാപകമാംവിധമുള്ള പ്രചാരണ ബോർഡുകൾ രംഗത്ത് വന്ന് നാം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ NSSന്റെ പൊതുവികാരത്തിന്റെ ഭാഗമല്ല ഏത് വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടുക. വെള്ളാപ്പള്ളിയുടെ കൂടെ കൂടുന്നതിന് അടിസ്ഥാനപരമായി തന്നെ അതിന് പ്രശ്നമുണ്ട്. അത് 2 തരത്തിലുള്ള ജാതി സംഘടനകളാണ്. ആ ജാതി സംഘടനകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും മൗലികമായ ഒരു യോജിപ്പ് അസാധ്യമാണെന്ന് നമുക്കറിയാം. ഒരു രാഷ്ട്രീയത്തിന്റെയും പശ്ചാത്തലമില്ലെങ്കിൽ കൂടിയും നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും സമ്പൂർണ്ണമായും യോജിക്കുക എന്നത് സാധ്യമല്ല. അത് 2 അടരുകളിലുള്ള സംഘടനകളാണ്. അതിനപ്പുറം പോയാൽ രാഷ്ട്രീയമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി CPIMനെ തുടർച്ചയായി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് കാണുന്നു. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ നിന്നുകൊടുത്താൽ നമുക്കതിന്റെ എന്തുമാത്രം ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പെരുന്ന ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം, അവർക്ക് ഒരു സമദൂര സിദ്ധാന്തത്തിന്റെ ഭാഗമായി കോൺഗ്രസിനകത്ത് അവർക്ക് താല്പര്യങ്ങളുണ്ട്. രമേശ് ചെന്നിത്തല കീ പോസ്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നുള്ള അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കവേ NSS ജനറൽ സെക്രട്ടറി പറയുകയും ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാവുന്നു. ആ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഒരു ഭരണമാറ്റമാണെങ്കിൽ ആ ഭരണമാറ്റത്തിൽ നമുക്കൊരു സ്റ്റേക്ക് ഉണ്ടാവാൻ പോവുകയാണ്. നമുക്കാണ് ഉണ്ടാവാൻ പോകുന്നത് ഏറ്റവും സാധ്യത കൂടുതൽ. അതിനെ നാം ഇപ്പോൾ തട്ടിക്കളയേണ്ടതുണ്ടോ എന്ന ആലോചന ഡയറക്ടർ ബോർഡിനകത്ത് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഇപ്പോൾ വെള്ളാപ്പള്ളി CPMന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിക്കകത്ത് പോയി കൂടിക്കൊടുത്താൽ അതിന്റെ ബെനിഫിറ്റ്സ് അപ്പുറത്ത് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന നിലപാടൊരു പ്രശ്നമാണ്. എന്ന അവരുടെ കണക്കുകൂട്ടലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. 2 യൂണിയനുകൾക്കകത്തുള്ള താഴെത്തട്ടിലുള്ള വിരുദ്ധ വികാരങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മൂന്നാമത്തേത് സമദൂര നിലപാട് എന്ന് പറയുന്ന ഏർപ്പാടിനെ ആകമാനം കളഞ്ഞു കുളിക്കുന്ന നിലപാടായി പോകും. ഏകപക്ഷീയമായി CPMനെ പിന്തുണയ്ക്കാനെടുക്കുന്ന സതീശനെ തള്ളിപ്പറഞ്ഞെടുക്കുന്ന നിലപാട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ മാറ്റവും രാഷ്ട്രീയ കാറ്റും അവർ കാണുന്നു. അതിനകത്ത് എങ്ങനെ നീങ്ങിയാൽ നമുക്ക് ഗുണമാകുമെന്നുള്ള ആലോചനയിൽ ഇപ്പോഴത്തെ ഈ സംയോജിത കളിയിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നു. അത് അവരുടെ സ്ട്രാറ്റജിക് ഡിസിഷനായിട്ട് വേണം കാണാൻ. ദിവ്യ, ഇനി അങ്ങോട്ട് ഐക്യമില്ല എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അത് ഇപ്പോഴത്തെ ഈ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല ഇങ്ങനെ ഒരു തീരുമാനം? NSSും SNDPയും തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് അതിന്റെ നേതൃതലത്തിൽ പലപ്പോഴായിട്ടുള്ള രാഷ്ട്രീയ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഐക്യ സാധ്യതകളാണ്. പല ഘട്ടത്തിൽ അത് ഉയർന്നു വരികയും അത് പാളിപ്പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പോഴും ഒരേ ദിശയിൽ സഞ്ചരിക്കുക, ഒരേ താല്പര്യത്തിൽ സംരക്ഷിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല.
NSSന്റെ കാര്യം എടുത്താൽ അതിന് സംവരണത്തെക്കുറിച്ചുള്ള നിലപാട് നമുക്ക് കോർ സംഗതി എടുക്കാം. NSSന് മുന്നോക്ക സംവരണത്തെക്കുറിച്ചും സംവരണം എന്ന ആശയത്തെക്കുറിച്ചുമുള്ള നിലപാടല്ല SNDP യോഗത്തിനുള്ള നിലപാട്. ഈഴവ സമുദായത്തിന്റെ താല്പര്യം സംവരണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ മുൻനിർത്തിയാൽ പോലും രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അടിസ്ഥാനപരമായ അതിന്റെ അവകാശങ്ങൾ, ജാതീയമായിട്ടുള്ള ശ്രേണിയിലെ അതിന്റെ സ്ഥാനങ്ങൾ, ഇവയിലൊന്നും ഒരിക്കലും ചേർന്നു പോകാൻ കഴിയാത്ത സംഘങ്ങളാണ്. സംവരണ വിഷയത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നായിരുന്നല്ലോ സുകുമാരൻ നായർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം. അത് എന്താണ്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ വിഭിന്നാഭിപ്രായങ്ങളില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ രണ്ട് സംഘടനകളുടെയും ഈ വിഷയങ്ങളിന്മേലുള്ള നിലവിലുള്ള നിലപാടുകൾ എന്താണ്, അവർക്ക് എടുക്കാൻ കഴിയുന്ന നിലപാടെന്താണ്, ഇത് പ്രധാനമാണ്. സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞ നിലപാട് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നുവല്ലോ. തിരുത്തേണ്ടി വന്നത് സമുദായത്തിനകത്തുള്ള അവരുടെ സംഘടനയ്ക്കകത്തുള്ള താല്പര്യം എന്ന് പറയുന്നത് സുകുമാരൻ നായർ പറയുന്നതിനോട് പൂർണ്ണമായും യോജിച്ചു പോകുന്നതല്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ ജാതീയമായ ശ്രേണിയിലെ പ്രശ്നമായാലും സംവരണം പോലുള്ള വിഷയങ്ങളിലെ പ്രശ്നമായാലും രാഷ്ട്രീയമായ മുന്നണികളുള്ള കാഴ്ചപ്പാടിന്റെ കാര്യത്തിലായാലും എല്ലാം സത്യത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഘടനകളാണ്.